ഹലോ ഗേയ്സ്, ഋതു മുന്നിലിരുന്നിട്ട് കണ്ണാടിയിലൂടെ ഇന്നെ നോക്കി ഭയങ്കര ചിരിയാണ്. ഞങ്ങൾ പോണത് കോഴിക്കോട് ബീച്ചിക്കാണ് കേട്ടോ. പോണ വഴിക്ക് ഒരു ചായയും പിന്നെ ഒരു പോക്കറ്റ് ബ്രെഡും വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റി. അപ്പോൾ ഇതാ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തി. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാനും ബീച്ച് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. കല്യാണത്തിൻ്റെ ഒക്കെ കുറേ മുന്നേ വന്നതാണ്. ഋതുവിനെയും കൊണ്ടാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഋതു അതുകൊണ്ട് തന്നെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടോ, ഓന് വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട. ഏട്ടനോടെ പരമാവധി താഴെ ഇറക്കാൻ നോക്കുന്നുണ്ട്. കുറേ കുട്ടികൾ കളിക്കണതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെ ഋതുവിന് അതൊന്നും വേണ്ട. അങ്ങനെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു നടന്നപ്പോൾ അവിടെ ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ചു നേരം നോക്കി നിന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ മെല്ലെ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഈ ലൈറ്റിൻ്റെ അടുത്ത് പോകാൻ നിർത്തി ഫോട്ടോ എടുക്കാൻ സുധിയേട്ടൻ കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. എയില് പോയാലും ഋതുവിൻ്റെ നോട്ടം ചെറിയ കാറുമ്മയ്ക്ക് തന്നെയാണ്. ഓനോട് തന്നെ എത്ര വട്ടം ചോദിച്ചാലും ഓന് ചെറിയ കാറിന് മതി, ഓന് വേറെ ഒന്നും വേണ്ട. അങ്ങനെ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളും മിക്സഡ് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് ഫോക്കസ് മാളിലേക്കാണ് കേട്ടോ. ഫോക്കസ് മാളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഫോക്കസ് മാള് നല്ല ഒരു മാളിലേക്കും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഋതു ആണെങ്കിൽ അവൻ്റെ ആ കുഞ്ഞിക്കാർ ഇട്ടിയപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ. അതുകൊണ്ട് ഈ സാധനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റേതായിട്ടുള്ള പോയി നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി കിട്ടുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനോട്. കുട്ടിയെ കളിക്കാനുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഋതുവിന് ഇതൊന്നും വേണ്ട. അങ്ങനെ അതിലൊക്കെ ചുറ്റി നടന്ന് ഞങ്ങൾ നേരെ പോണതിന് റൂം എടുക്കാനാണ്. കുറേ സമയം വൈകിയിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തിയിട്ട് മന്തിയും പെരി പെരി ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം.